Calculate the square of some odd numbers and check the following statements. Explain why they are true. അതായത് കുറച്ച് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചെക്ക് ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം. 5 ഒരു ഓഡ് നമ്പറാണ് അല്ലേ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ എത്രയാണ്? 25 ആണ്. 7 ഒരു ഓഡ് നമ്പറാണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ 49 ആണ്. 9 ഒരു ഓഡ് നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ എന്താ? 81. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അല്ലേ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ആർ ഓൾസോ ഓഡ് നമ്പേഴ്സ്. ഈ കിട്ടിയ സ്ക്വയേഴ്സ് ഒക്കെ എന്താ? 25, 49, 81 ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദേ ആർ ഓഡ് നമ്പേഴ്സ്. ഇവയുടെ സ്ക്വയേഴ്സും എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. പിന്നെന്താണ് ചോദിച്ചിട്ടുള്ളത്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടണം അല്ലേ. അപ്പോൾ 25നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ റിമൈൻഡർ എന്താ? 1 കിട്ടി അല്ലേ. ഇനി 49നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? അപ്പോഴും റിമൈൻഡർ 1 കിട്ടി. ഇനി 81നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? അപ്പോഴും റിമൈൻഡർ 1 കിട്ടി അല്ലേ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണ്. പിന്നെയോ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 അല്ലെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പേഴ്സ് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 25നെ ആദ്യം 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. ഇനി 49നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോഴും റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. ഇനി 81നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോഴും റിമൈൻഡർ 1 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതും കറക്റ്റാണ്. എന്ത്? ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റാണ്. ഇനി എന്തുകൊണ്ടാണ് ഇവ കറക്റ്റാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഓഡ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രിക് ഫോം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഓഡ് നമ്പേഴ്സിനെയും 2n + 1 എന്ന ഫോമിൽ എഴുതാൻ പറ്റും. വേർ n എന്താണ്? n = 0, 1, 2, 3 എക്സെട്ര അല്ലെ. എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പർ 2n + 1 ആണ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ 2n + 1 അല്ലേ. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2n + 1 ഹോൾ സ്ക്വയർ അല്ലേ. 2n + 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് നമ്പർ 2n അല്ലേ. അപ്പോൾ 2n ഹോൾ സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പർ 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് അടുത്ത എന്താ? 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 2n ഇൻറ്റു സെക്കൻഡ് നമ്പർ 1. ദാറ്റ് ഈസ് 2n സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ n സ്ക്വയർ. 2 സ്ക്വയർ 4 അല്ലേ. അപ്പോൾ 4n സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു 2n 4n ആണ് അല്ലേ. ഓക്കെ, സോ ദിസ് ഈസ് 4n സ്ക്വയർ. 4ൻ്റെ ടേംസ് ഒക്കെ അത് എഴുതാം കേട്ടോ. പ്ലസ് 4n + 1. ഈ 1 4n ഒന്ന് തിരിച്ചെഴുതിയെന്നുള്ളൂ. 2 അഡീഷൻ ആയതുകൊണ്ട് ആദ്യം 4n എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 4 എന്ന് വെച്ചാൽ 2 × 2 ആണല്ലോ. അപ്പോൾ 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. 2 × 2n സ്ക്വയർ പ്ലസ് 4നെ 2 × 2n. 4n എന്ന് പറഞ്ഞാൽ 2 × 2n എന്ന് എഴുതാം പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 × 2n സ്ക്വയറിലും 2 × 2nലും എന്ത് കോമൺ ആണ്? 2 കോമൺ ആണ് അല്ലേ. അപ്പോൾ 2 പുറത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ടേമിൽ 2 × 2n സ്ക്വയറിൽ 2 പുറത്തെടുത്താൽ ബാക്കി 2n സ്ക്വയർ. നടക്കുള്ള സൈന് പ്ലസ്. ഇനി 2 × 2nൽ 2 പുറത്തെടുത്താൽ ബാക്കി 2n. പിന്നെ ഒരു +1 അല്ലേ. അപ്പോൾ ഇതെന്ത് ഫോമിലാണ്? 2 × 2n സ്ക്വയർ പ്ലസ് 2n + 1 എന്ന ഫോമിലാണ് അല്ലേ. അതായത് ഇതെന്ത് ഫോമിലാണ്? മൾട്ടിപ്പിൾ ഓഫ് 2. 2 × 2n സ്ക്വയർ പ്ലസ് 2n എന്ന് പറഞ്ഞാൽ അത് 2ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലേ. അപ്പോൾ അത് ആ നമ്പർ എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. മൾട്ടിപ്പിൾ ഓഫ് 2 + 1 എന്ന ഫോമിലാണ് അല്ലേ. പക്ഷെ നമ്മൾ കണ്ടു ഓഡ് നമ്പർ എന്താണ്? 2n + 1 ആണ് അല്ലേ. അതും എന്താണ്? 2n എന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. അപ്പം 2n + 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2 + 1 എന്ന ഫോമിലാണ് അല്ലേ.
മൾട്ടിപ്പിൾ ഓഫ് 2 പ്ലസ് 1 എന്ന ഫോമിലാണ് ഒരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറും സ്ക്വയർ ഓഫ് ഓഡ് നമ്പറും എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 2 പ്ലസ് 1 എന്ന ഫോമിലാണ്. അതുകൊണ്ട് സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ ഈസ് ഓൾസോ ഓഡ് നമ്പർ. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്, ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 4 അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ എന്താണ് 4n² പ്ലസ് 4n പ്ലസ് 1 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഇനി എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടേം 4n² ആണ്, രണ്ടാമത്തെ ടേം 4n ആണ്. അപ്പോൾ ഈ രണ്ട് ടേംസിലും 4 കോമൺ ആണ്, അത് പുറത്തെടുക്കാം. അപ്പോൾ 4n² നിന്ന് 4 പുറത്തെടുത്താൽ ബാക്കി n², നടക്കുള്ള സൈന് പ്ലസ് 4n നിന്ന് 4 പുറത്തെടുത്താൽ ബാക്കി n, പിന്നെ ഒരു പ്ലസ് 1 അല്ലേ. ദിസ് ഈസ് 4 ഇൻറ്റു എ നമ്പറാണ്. n² പ്ലസ് n എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, 4 ഇൻറ്റു എ നമ്പർ, അതായത് മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ. 4 ഇൻറ്റു എ നമ്പർ എന്ന് പറഞ്ഞാൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ, കാരണം അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1 എന്ന ഫോമിലാണ്. ഒരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത ഫോമിലാണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ നമ്പറിനെ, അതായത് ഈ സ്ക്വയറിനെ, ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പം 4ൻ്റെ മൾട്ടിപ്പിളിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് കോഷ്യൻ്റ് ആയി പോകും. പക്ഷേ ഈ 1നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അത് റിമൈൻഡർ ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ റിമൈൻഡർ വരുന്നത് എന്താണ് 1 ആയിരിക്കും ഈ കേസിൽ അല്ലേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആവും, കാരണം എന്താ 4ൻ്റെ മൾട്ടിപ്പിളിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് കോഷ്യൻ്റ് ആയി പോവും. പിന്നെ 1 ആണ് റിമൈൻഡർ ആയിട്ടുള്ളത് അല്ലേ. സോ സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. തേർഡ് കേസ് എന്താ പറയുന്നത്, ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ എന്താ 4n² പ്ലസ് 4n പ്ലസ് 1 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ 4n² എന്ന ടേമിൽ 4n എന്ന ടേമിൽ 4 കോമൺ ആണ്, അത് പുറത്തെടുത്താൽ 4n² നിന്ന് 4 പുറത്തെടുത്താൽ ബാക്കി n², നറുക്കുള്ള സൈന് പ്ലസ് 4n നിന്ന് 4 പുറത്തെടുത്താൽ ബാക്കി n, പിന്നെ പ്ലസ് 1 അല്ലേ. ദിസ് ഈസ് 4 ഇൻറ്റു n² എന്ന് വെച്ചാൽ എന്താ n ഇൻറ്റു n ആണ്, പ്ലസ് n എന്ന് പറഞ്ഞാൽ എന്താ n ഇൻറ്റു 1 ആണ്, പ്ലസ് ഈ 1 അല്ലേ. ദാറ്റ് ഈസ് 4 ഇൻറ്റു n ഇൻറ്റു n എന്ന ടേമിലും n ഇൻറ്റു 1 എന്ന ടേമിലും n കോമൺ ആണ്. അപ്പോൾ അത് പുറത്തെടുക്കുകയാണെങ്കിൽ n ഇൻറ്റു n നിന്ന് n പുറത്തെടുത്ത ബാക്കി n, നടക്കുള്ള സൈന് പ്ലസ് n ഇൻറ്റു 1 നിന്ന് n പുറത്തെടുത്ത ബാക്കി 1 അല്ലേ, പ്ലസ് 1. ഓക്കെ, സോ ദിസ് ഈസ് 4 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം n കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് n പ്ലസ് 1 അല്ലേ. അതായത് ഒരു 2 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്താണ് 2 പ്ലസ് 1, അതായത് 3 അല്ലേ. 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ 3 പ്ലസ് 1, അതായത് 4 അല്ലേ. അപ്പോൾ ഒരു നമ്പർ കഴിഞ്ഞിട്ടുള്ള നമ്പർ ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ n കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് n പ്ലസ് 1 അല്ലേ. അപ്പോൾ n ഈവൻ ആണെങ്കിൽ n പ്ലസ് 1 എന്തായിരിക്കും ഓഡ് ആയിരിക്കും, n ഓഡ് ആണെങ്കിൽ n പ്ലസ് 1 എന്തായിരിക്കും ഈവൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഈവൻ നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ അല്ലേ. ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ് അല്ലേ. n ഈവൻ ആണെങ്കിൽ n പ്ലസ് 1 ഓഡ് ആയിരിക്കും, n ഓഡ് ആണെങ്കിൽ n പ്ലസ് 1 ഈവൻ ആയിരിക്കും അല്ലേ. കാരണം എന്താണ് 1 2 3 4 എന്ന് അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ 2 ഈവൻ ആണെങ്കിൽ അടുത്ത നമ്പർ 3 എന്തായിരിക്കും ഓഡായിരിക്കും. ഇനി 3 ഓഡാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്തായിരിക്കും ഈവൻ ആയിരിക്കും അല്ലേ. അപ്പോൾ n n പ്ലസ് 1 ഒന്നെങ്കിൽ ഈവനും ഓടാവാം അല്ലെങ്കിൽ ഓഡ് ഈവനും അല്ലേ. അപ്പോൾ ഈവനും ഓടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് അതെന്തായാലും അതൊരു ഈവൻ നമ്പറേ ആവുള്ളൂ അല്ലേ. അപ്പോൾ ഈവൻ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം 2k എന്ന ഫോമിൽ എഴുതാം അല്ലേ. 2ൻ്റെ മൾട്ടിപ്പിൾ 2 ഇൻറ്റു k എന്ന് വെച്ചാൽ 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന ഫോമിൽ എഴുതാം. n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് 2k, അതായത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1ന് പകരം നമ്മൾ എന്ത് കൊടുക്കാം 2k പ്ലസ് ഈ 1.
ഓക്കെ. അപ്പോൾ 4 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 8 ആണ്. 8 ഇൻറ്റു കെ 8K. ഓക്കെ, 8K പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ. അതായത് മൾട്ടിപ്പിൾ ഓഫ് 8K എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ 8Kനെ. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. സോ ദിസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ. സ്ക്വയർ ഓഫ് 4 നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 1 എന്ന ഫോമിലാണ്. അപ്പോൾ ഈ സ്ക്വയർ ഓഫ് 4 നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 1 എന്ന ഫോമിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ക്വോഷ്യൻ്റ് ആയിട്ട് പോകും. പിന്നെ ഈ പ്ലസ് 1 എന്താണ്, അത് റിമൈൻഡർ ആയിട്ട് അവിടെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എന്താണ്, 1 ആണ്. ഓക്കെ, സോ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8. Calculate the remainders on dividing the squares of some natural numbers by 4. Explain why the statements below are true. The square of any natural number divided by 4 leaves remainder 0 or 1. Any natural number which leaves remainder 2 or 3 on division by 4 is not a perfect square. അതായത് കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അവ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തുകൊണ്ടാണ് ശരിയാവുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 ഓർ 1 അല്ലേ. ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ റിമൈൻഡർ 0 കിട്ടും, അല്ലെങ്കിൽ റിമൈൻഡർ 1 കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതേപോലെ എനി നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓർ 3 ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് ഒരു നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2ഓ 3ഓ കിട്ടുകയാണെങ്കിൽ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എടുക്കാം. ഫോർ എക്സാമ്പിൾ 5 സ്ക്വയർ എന്താണ്, 25 ആണ് അല്ലേ. അതേപോലെ മറ്റൊരു നാച്ചുറൽ നമ്പർ 8ൻ്റെ സ്ക്വയർ അതെത്ര, 64. മറ്റൊരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ഞാൻ എടുക്കുകയാണ്, 9 സ്ക്വയർ എത്രയാണ്, 81. ഓക്കെ, ഇതിനൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 25/4 എത്രയാണ്, റിമൈൻഡർ എന്താണ്, 1 ആണ് കിട്ടുന്നത് അല്ലേ. ഇനി 64/4ഓ, അത് 0 ആണ് അല്ലേ, റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. ഇനി 81നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എന്താ കിട്ടുക, 1 ആണ് അല്ലേ. അപ്പോൾ റിമൈൻഡർ ഒന്നെങ്കിൽ 1 കിട്ടും, അല്ലെങ്കിൽ 0 കിട്ടും അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഏകദേശം കറക്റ്റാണ് അല്ലേ. ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് കിട്ടുന്നത്, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആവാം അല്ലേ. ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും കൂടിയതാണ് എന്ത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈവൻ നമ്പേഴ്സിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്, നമുക്കറിയാം 2n ആണ് അല്ലേ. കാരണം എന്താണ്, n എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ അവയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, അവ ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ. 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എന്ത്, ഈവൻ നമ്പേഴ്സ് അല്ലേ. ഈവൻ നമ്പേഴ്സിനെ 2n എന്ന ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓഡ് നമ്പേഴ്സിനെ എങ്ങനെ എഴുതാം, ഓഡ് നമ്പേഴ്സിനെ 2n + 1 എന്ന ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാരണം 2n എന്ന് പറഞ്ഞാൽ
എന്തൊക്കെയാണ്? എന്നിന് 1 ഇട്ട് കൊടുത്താൽ 2 × 1 2, എന്നിന് 2 ഇട്ട് കൊടുത്താൽ 2 × 2 4, എന്നിന് 3 ഇട്ട് കൊടുത്താൽ 2 × 3 6, അങ്ങനെ പോകും. ഈവൻ നമ്പേഴ്സ് കിട്ടും. 2n + 1 എന്ന് പറഞ്ഞാൽ എന്നിന് 0 ഇട്ട് കൊടുത്താൽ 1, എന്നിന് 1 ഇട്ട് കൊടുത്താൽ 2 × 1 2, 2 + 1 3, എന്നിന് 2 ഇട്ട് കൊടുത്താൽ 2 × 2 4, 4 + 1 5 അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ 2n + 1 ആണ് ഓഡ് നമ്പേഴ്സ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവയുടെ സ്ക്വയർ അല്ലേ. സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും, 1 കിട്ടും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്ക്വയർ 2n സ്ക്വയർ എന്താണ്? 2n ഹോൾ സ്ക്വയർ. 2n ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ n സ്ക്വയർ. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4n സ്ക്വയർ ആണ് അല്ലേ. 4n സ്ക്വയർ എന്ന് വെച്ചാൽ 4 × n സ്ക്വയർ ആണ്. 4 × n സ്ക്വയർ എന്ന് വെച്ചാൽ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. കാരണം ഈ നമ്പർ 4n സ്ക്വയർ എന്ന നമ്പറിൽ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക അല്ലേ. അത് ഡിവൈഡ് ആയി പോകും അല്ലേ. സോ ലീവ്സ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 4. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഏതാണ്? ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഫോം എന്താണ്? 2n + 1. അപ്പോൾ അവയുടെ സ്ക്വയർ എന്താണ്? 2n + 1ൻ്റെ സ്ക്വയർ 2n + 1 ഹോൾ സ്ക്വയർ അല്ലേ. ഇതിനെങ്ങനെ എഴുതാം? 2n + 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ 2n അല്ലേ. അപ്പോൾ 2n ഹോൾ സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പർ 1 സ്ക്വയർ പ്ലസ് 2 × ഫസ്റ്റ് നമ്പർ 2n × സെക്കൻഡ് നമ്പർ 1. ദാറ്റ് ഈസ് 2n ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ n സ്ക്വയർ, അതായത് 4n സ്ക്വയർ ആണ്. പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 പ്ലസ് 2 × 2n, 2 × 2n എന്ന് വെച്ചാൽ 4n. ഓക്കെ, അപ്പോൾ ഇത് 4n സ്ക്വയർ പ്ലസ് 4n അടുത്തടുത്ത് എഴുതാം. 4n സ്ക്വയർ പ്ലസ് 4n പിന്നെ പ്ലസ് 1 അല്ലേ. അപ്പോൾ ഈ 4n സ്ക്വയറിൽ 4nലും 4 കോമൺ ആണ്. അപ്പോൾ അത് പുറത്തെടുക്കുകയാണെങ്കിൽ 4n സ്ക്വയറിൽ നിന്ന് 4 പോയാൽ ബാക്കി n സ്ക്വയർ, നടുക്കുള്ള സൈന് പ്ലസ് 4n നിന്ന് 4 പോയാൽ ബാക്കി n. ഓക്കെ, പിന്നെ ഈ പ്ലസ് 1 അല്ലേ. അപ്പോൾ ഇതും എന്താണ്? 4 × n സ്ക്വയർ പ്ലസ് n എന്ന് വെച്ചാൽ എന്താണ്? 4 × n നമ്പറാണ് അല്ലേ. 4 × n സ്ക്വയർ പ്ലസ് n എന്ന് വെച്ചാൽ 4 × n നമ്പർ. 4 × n നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്താ? 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ഫോമിലാണ്? മൾട്ടിപ്പിൾ ഓഫ് 4 + 1 എന്ന ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പറിനെ, ഈ സ്ക്വയറിനെ, 2n + 1ൻ്റെ സ്ക്വയറിനെ, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 + 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 + 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 കൊണ്ട് ഡിവൈഡ് ആയിട്ട് കോഷ്യൻ്റ് ആയിട്ട് പോവും. പിന്നെ ബാക്കി റിമൈൻഡർ ആയിട്ട് ഈ 1 ഇരിക്കും അല്ലേ. സോ നമുക്കെന്ത് പറയാം? ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 എന്ന് കിട്ടും. ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ. അപ്പോൾ 2 ടൈപ്പ് നമ്പേഴ്സ് അല്ലേ ഉള്ളൂ, നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഈ 2 ടൈപ്പ് നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നെങ്കിൽ 0 കിട്ടും അല്ലെങ്കിൽ 1 കിട്ടും. So hence we can say square of any natural number divided by 4 leaves remainder 0 or 1. Okay, ഇനി സെക്കൻഡ് എന്താണ്? any natural number which leaves remainder 2 or 3 on division by 4 is not a perfect square. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2ഓ 3ഓ കിട്ടുന്ന ഏതൊരു നാച്ചുറൽ നമ്പറും എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 4 എന്താണ്? ഏതാണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പർ ഏതാണ്? 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പറാണ് അല്ലേ. അതായത് 4n. 4n എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിളിനെ ആൽജിബ്രിക് ഫോമിൽ എഴുതുന്നതാണ് 4n അല്ലേ. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ
എന്ത് ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം അല്ലേ? 4n എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. പിന്നെയോ +2 അല്ലേ? ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 +2 എന്ന ഫോമിലാണ് അല്ലേ? അപ്പോൾ ഇത് 4n + 2 ആണ് അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സാണ് എന്ത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുള്ളൂ അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിളിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ക്വോഷ്യൻ്റായി പോകും. പിന്നെ ബാക്കിയുള്ള 2 റിമൈൻഡർ ആയിട്ട് കിട്ടും. എന്നാലേ റിമൈൻഡർ 2 കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഈ നമ്പർ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 + 2 എന്ന ഫോമിലാണ്. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരേണ്ടത് ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന ഫോമിലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 + 1 എന്ന ഫോമിലാണ്. ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 + 2 എന്ന ഫോമിലാണ്. അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പിന്നെ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? വേറൊരു നമ്പർ കൂടി, നാച്ചുറൽ നമ്പർ ലീവ്സ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 3 കിട്ടുന്ന നമ്പേഴ്സ് അതേതാണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 3 കിട്ടുന്ന നമ്പേഴ്സ് എന്താ? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത നമ്പേഴ്സ് അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിളിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4n എന്ന് എഴുതാം അല്ലേ? 4 × n എന്ന് വെച്ചാൽ 4ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് എന്താണ് 3. 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4ൻ്റെ മൾട്ടിപ്പിൾ ക്വോഷ്യൻ്റ് ആയിട്ട് പോകും, ഡിവൈഡ് ആയിട്ട് ക്വോഷ്യൻ്റ് ആയിട്ട് പോകും. പിന്നെ ഈ 3 എന്തായി? റിമൈൻഡർ ആയിട്ട് അവിടെ ഇരിക്കും അല്ലേ? അപ്പോൾ എന്താണ്? ദിസ് ഈസ് ഓഫ് ദ ഫോം മൾട്ടിപ്പിൾ ഓഫ് 4 + 3 അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 + 3 എന്ന ഫോമിലാണ്. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരേണ്ടത് ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന ഫോമിലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 + 1 എന്ന ഫോമിലുമാണ്. സോ ദീസ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് സിൻസ് ദേ ആർ നോട്ട് ഓഫ് ദ ഫോം മൾട്ടിപ്പിൾ ഓഫ് 4 or മൾട്ടിപ്പിൾ ഓഫ് 4 + 1.